56 അധ്യായത്തിൽ അതിന്റെ 10-11 വാക്യം ഇന്ന് നാം ഇവിടെ വായിച്ചു കേട്ടതാണ്. We read from Isaiah chapter 46 verses 10 and 11. അതിന്റെ 10ാമത്തെ വാക്യത്തിലെ ഒരു വാക്ക്, ഒരു സെന്റൻസ് ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് എടുക്കുകയാണ്. I will take one sentence from that verse for today's message. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. My counsel shall stand and my promises shall be established. ഞാൻ എൻ്റെ ആലോചന നിവൃത്തിയാക്കുന്ന ദൈവമാണ്. My counsels shall stand, that is my promises shall be established. എൻ്റെ ഹൃദയത്തിലെ താല്പര്യമൊക്കെയും ഞാൻ നിവർത്തിക്കുന്ന ദൈവമാണ്. And I will fulfill all the desires of my heart. ഇവിടെ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള ദൈവത്തിന്റെ അതോറിറ്റിയെ ആ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. We can see the powerful authority of God in this verse. നമ്മുടെ കർത്താവ് സംസാരിക്കുമ്പോഴും അവൻ അധികാരമുള്ളവനായി സംസാരിച്ചു. Whenever our Lord speaks, he speaks with authority. പരിശുദ്ധാത്മാവ് എംപവർ ചെയ്തതായി അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചപ്പോൾ അവർ അധികാരമുള്ളവരായി സംസാരിച്ചു. The apostles who were anointed by the Holy Spirit, they ministered with authority. കാലാകാലങ്ങളിൽ അഭിഷക്തർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റു നിന്നപ്പോൾ ദൈവമായി സംസാരിച്ചപ്പോൾ അവർ അധികാരമുള്ളവരായി സംസാരിച്ചു. The anointed ones who rose up in different times, they spoke with authority because God powered them. എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം? What is the reason behind that? എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം? What is the reason behind this? അവർ സേവിക്കുന്നവനായ ദൈവം വലിയവനായ ദൈവമാണെന്നുള്ളതായ ആ അറിവും അതിലൂടെ ലഭിക്കുന്ന പ്രിവിലേജുമാണ്. Because they knew the God they serve was a great God and it is a privilege they received. നമ്മുടെ ദൈവം നമ്മോട് പറയുകയാണ്, അവന്റെ ആലോചന, his counsel will establish. Our God is saying his counsel will be established. അവന്റെ ഹൃദയത്തിലെ താല്പര്യമൊക്കെയും അവൻ സാധിപ്പിക്കുന്ന നടത്തുന്ന ദൈവമാണ്. And he will do the desires of his heart. ഇത് ലോകത്തിൽ ആർക്ക് പറയാൻ കഴിയും? Who can say this in this world? ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? Can anyone say this? അതിന്റെ താഴെയുള്ള വാക്യത്തിൽ പറയുന്നു, ആരംഭവും അവസാനവും കണ്ട ഒരേ ഒരാൾ. And in the downwards we can see he has seen the beginning and the end. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ദൈവം ആരാണെന്ന് വാസ്തവമായും രുചിച്ചറിഞ്ഞുകൊണ്ടും റിയലൈസ് ചെയ്തുകൊണ്ടും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. While we are in this service, let us clearly know who our God is and accordingly worship and pray. ഇന്ന് പകൽക്കാലം ശക്തമായ ചില വിടുതലുകളും ശക്തമായ ചില ദൈവപ്രവൃത്തിയിലേക്ക് ദൈവജനത്തെ നയിക്കുമെന്നും ആത്മാവ് വളരെ തെളിവായി അറിയിച്ചിട്ടുണ്ട്. And the Holy Spirit has clearly told me that the Lord will lead these people into great deliverances. നോക്കണം, മനുഷ്യന്റെ ഹൃദയത്തിൽ പലതരത്തിലുള്ള വിചാരങ്ങളുമുണ്ട്. We know that there are many desires in the heart of man. യെശയ്യാ പ്രവചനത്തിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ വിചാരങ്ങൾ വളരെ അധികമാണ്, എന്നാൽ ദൈവത്തിന്റെ വിചാരങ്ങളും മനുഷ്യന്റെ വിചാരങ്ങളും തമ്മിൽ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ വളരെ വലിയ അളവിൽ വ്യത്യാസം അകന്നിരിക്കുന്നു. In Isaiah itself it says the thoughts of man are big, but we know it also says the thoughts of God are different to the words of man. 11:21 പറയുന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, എന്നാൽ യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. In Proverbs we read there are many thoughts in the heart of man, but the counsel of Lord prevails. നോക്കണം, മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുപാട് പ്ലാനുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്, എന്നാൽ നിലവിൽ വരുന്നത് ദൈവത്തിന്റെ താല്പര്യമാണ്, ദൈവത്തിന്റെ ആലോചനയാണ്. There are many plans in the heart of man, but what is established is the counsel of അപ്പോൾ God. യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ആ വചനത്തോടുള്ള നിങ്ങളുടെ സമീപനം ഈ ആലോചനയുടെ മുൻപിൽ ഏത് വിധത്തിലാണ് നിങ്ങൾ പ്രതികരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? These are the practicalities, but how will you respond to this word today? ദൈവത്തിന്റെ താല്പര്യമേ നടപ്പിൽ വരൂ എന്നുള്ള യാഥാർത്ഥ്യം നിലവിൽ നിൽക്കുമ്പോൾ ആ ശബ്ദത്തോടുള്ള പ്രതികരണം, അതിനോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? We know that only the counsel of God prevails. How will you respond to that word? ഹല്ലേലൂയ. ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ദൈവത്തിന്റെ കാര്യമേ ഭൂമിയിൽ നടക്കത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ എന്തു ചെയ്യും? അവൻ ദൈവത്തെ അന്വേഷിക്കും, അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, അവൻ ദൈവത്തെ മുറുകെ പിടിക്കും. If a
a man is wise enough, he understands that only God's will prevails, then he will seek him and worship him. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. That is why in Psalms the Lord says, is there anyone wise who is searching for me? God is looking down from heaven. പ്രിയമുള്ളവരെ, ദൈവം ഈ ഭൂമിയിൽ എല്ലാം അവന്റെ സൃഷ്ടികളാണ്. അവയെ ശ്രദ്ധയോടെ നോക്കുന്നു. എങ്കിലും അവൻ വളരെ കീനായി ശ്രദ്ധിക്കുന്നത് ഹല്ലേലൂയ അവനെ അന്വേഷിക്കുന്ന ഒരാൾ വാസ്തവമായി ഉണ്ടോ എന്നുള്ളതാണ്. God is looking down on all his creations, but he is keenly observing, is there anyone searching for me? അവനെ വാസ്തവമായി അന്വേഷിക്കുന്നവരുടെ മേൽ, അവനായി കാത്തിരിക്കുന്നവരുടെ മേൽ അവൻ ശക്തിയെ പകരുന്ന ദൈവമാണ്. And not only that, he transfers power on those who clearly and truly serve him and seek him. ദൈവവചനം വളരെ കൃത്യമായി പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. And we know clearly the word of Lord says, those who wait on the Lord will never be ashamed. ഇന്ന് നിങ്ങൾ അധരം തുറന്ന് ഹല്ലേലൂയ വ്യക്തമായി ആ വചനത്തെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ ദൈവത്തെ സത്യസന്ധമായി വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ലജ്ജിക്കത്തില്ല, ഞാൻ ലജ്ജിക്കത്തില്ല, ഞാൻ ലജ്ജിക്കത്തില്ല, ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തത്തില്ല. എന്നെ അവൻ നിന്ദിക്കത്തില്ല, അതെ പരാജയപ്പെടുത്തുകയില്ല. ഇന്ന് പകൽ അധരം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ റബല ശതൽ വൈഡമാന, ദൈവാത്മാവിന്റെ ശക്തി നമ്മെ വലയം ചെയ്തിരിക്കുകയാണ്. ഈ പകല് ദൈവിക ശക്തി ഏറ്റെടുക്കാനുള്ള സമയമാണ്. ഈ സമയം ദൈവിക വിടുതലിനെ പ്രാപിക്കാനുള്ള സമയമാണ്. എന്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കത്തില്ല, എന്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കത്തില്ല, എന്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കത്തില്ല. യേശുവിൻ നാമത്തിൽ ഈ ആലോചനയുടെ മേലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. തന്റെ ജനം അനുഭവിക്കട്ടെ. അതിന്റെ നടുവിൽ ഉയർന്നു വരുന്ന ദുർഘടങ്ങൾ നിരപ്പാകട്ടെ. അതിന്റെ നടുവിൽ ഉയർന്നു വരുന്ന പർവ്വത കോട്ടകൾ ഉരുകി മാറട്ടെ. ലബ്ദരിയ സത്തരിയ അംദരിയ സഖേലിയ റൈഡ പ്രൗഡ ജാല തേര ദീന ഉഡാമാരാബ അറബ ഖൽവ ഷേമ റേഥ ലീഖ്ര ജാല യേശുവിൻ നാമത്തിൽ. അസ്മറബൽ ഖനാദിയ ഓ ശാന്തരിയ ലബറബശസിയ. ഹല്ലേലൂയ. ദൈവം പറയുന്നു, എന്റെ ആലോചന നിവൃത്തിയാകും. Lord is saying, my counsel will be established. എന്റെ ഹൃദയത്തിലെ താല്പര്യമൊക്കെയും ഞാൻ അനുഷ്ഠിക്കും. And I will fulfill all the desires of my heart. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, here we need to understand one important thing. The God who begins your story is the God who finished it. The God who begins your story is the God who finishes it. Who begins your story? One who begins your story. Who begins your story? Who begins your story. Who is able to finish that one successfully? Who is able to finish that one successfully. Nobody can challenge. Nobody can challenge. No enemy can cancel. No enemy can cancel. Oh Rabakshasya, no enemy can nullify. No enemy can nullify. ഓ ഇന്ന് പകല് ആത്മനിയോഗം പ്രാപിച്ചോർ ആത്മാവിൽ കൽപ്പിക്കട്ടെ. മുൻപിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, എന്റെ സ്റ്റോറി ആരംഭിച്ചൊരുത്തനുണ്ട്. ഓ സ്തോത്രം സ്തോത്രം. ഞാൻ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരിക്കുമ്പോൾ, മാംസപിണ്ഡമായിരിക്കുമ്പോൾ എന്നെ കണ്ടൊരുത്തനുണ്ട്, എന്നെ അനോയിന്റ് ചെയ്തൊരുത്തനുണ്ട്, എന്നെ വിളിച്ചൊരുത്തനുണ്ട്. ഓ ശറബ ശഫലബ അർത്ഥബബ ശദലെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ who is able to finish successfully. ശമറബ യേശുവിൻ നാമത്തിൽ. Hallelujah. Hallelujah. Jesus. ഹല്ലേലൂയ. ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിയോഗത്തിലും നിയന്ത്രണത്തിലുമായിരിക്കട്ടെ. ജാഗരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വായ അടങ്ങിയിരിക്കരുത്. വിസ്പർ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ശക്തമായ ചിലതിലേക്ക് 2025 നിന്നും 2026 നീ കടക്കേണ്ടത് ഹല്ലേലൂയ ചെറിയ ബലത്തിലല്ല, കഴിഞ്ഞ കാലത്തിലെ ബലത്തിലല്ല, ഇതുവരെ പ്രാപിച്ച ബലത്തിലല്ല. നീ ഒരു പുതുബലത്തോടെ, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഹല്ലേലൂയ റത്തൽ വൈഡമനഹതുലാദര അൽബറ ശംദൽ പ്രൗഡ രഗദ രഗന ഉയരങ്ങളിലേക്ക് പറക്കുന്ന അറബലഘട്ടത്തേരി അമ്പരാധിപനാഥലാദര ഒരു കഴുകനെ പോലെ അച്ചക്കാരി അമ്പരാധിപനാധീര. യേശുവിൻ നാമത്തിൽ ശാഖേ രേഖേ അൽബറാധ. യേശുവിൻ നാമത്തിൽ. Hallelujah.
Hallelujah, the God who begins your story. Hallelujah, മറന്നു പോകരുത്. എന്റെ സ്റ്റോറിയുടെ ആരംഭം കുറിച്ചത് ലോകത്തിൽ ഒരു മനുഷ്യനല്ല. ഓ സ്തോത്രം, ജീവനുള്ള സർവശക്തനായ ദൈവമാണ്. It is the almighty living God who started my story. Who is able to successfully finish that one. And who is able to successfully finish that one. Amen, Jesus. ഓർക്കണം, destiny. Remember destiny. Destiny is not determined by accident or failure or your present background or your circumstances. Destiny is not determined by accidents, failures, circumstances or your present background. Destinyയുടെ അർത്ഥം prepared ആയിട്ടുള്ള ഔട്ട്കം എന്നുള്ളതാണ്. Destiny means a prepared outcome. അപ്പോൾ ഔട്ട്കം, നമ്മുടെ സ്റ്റോറി ആരംഭിച്ചപ്പോൾ അതിനു വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഔട്ട്കം ഉണ്ട്. When our story began, there was an outcome prepared by God. അതിന്റെ അവസാനത്തെ കുറിച്ച് പോലും കൃത്യമായ കൃത്യമായ പദ്ധതി ദൈവത്തിനുണ്ട്. The end to our story, God had a clear plan and ending to it. നമുക്കൊരു പദ്ധതിയും ഒരു ഐഡിയയും നമ്മുടെ മുൻപിൽ ഇല്ലായിരിക്കാം. We may not have any idea in front of us. ഫോഗ് നിറഞ്ഞു നിൽക്കുന്നത് പോലെ, മഞ്ഞ് മൂടിക്കിടക്കുന്നത് പോലെ ഒന്നും മുൻപോട്ട് കാണാൻ കഴിയാത്ത സ്റ്റേജിലായിരിക്കാം നമ്മൾ. It might be foggy and covered with dew and can't see anything ahead But of our us. God is prepared an outcome for you. But our God has prepared an outcome for you. ഇന്ന് പകൽക്കാലം അതിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നാട്ടെ. Can we be strengthened today in കർത്താവ് that? നമ്മുടെ നടുവിലുണ്ട്. God is in our midst. നിങ്ങളുടെ മുൻപിൽ നടക്കുന്ന ആക്സിഡന്റലായി നടക്കുന്ന ഒരു കാര്യമോ, നിങ്ങൾ അനുഭവിച്ചു വന്ന നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത പരാജയങ്ങളോ, ഹല്ലേലൂയ, നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യമോ, നിങ്ങൾ വളർന്നു വന്നതായ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ദൈവവചനം ഇന്നിവിടെ ഇറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതൊന്നും ഹല്ലേലൂയ സ്തോത്രം അല്ല നിന്റെ ഡെസ്റ്റിനി. ഹല്ലേലൂയ, he prepared a destiny, he prepared an outcome. ഹല്ലേലൂയ, that will be great. അത് ശ്രേഷ്ഠമായതാണ്. ഓ, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത് ശ്രേഷ്ഠമായതാണ്. Oh, hallelujah, 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 hallelujah. Oh, riba baba baba shambara baba baba rabala prauda jagada jagana artha jagada. Hallelujah, hallelujah. പറയട്ടെ ദൈവ പൈതലേ, ആ വെളിപ്പാട് ആദ്യം നിങ്ങളുടെ അകത്തിട്ടുകൊണ്ട് വേണം ഈ ശുശ്രൂഷയെ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. The child of God, that revelation should come inside your heart first. He has prepared an outcome. അത് ഇന്നത്തെ ഒരു സാഹചര്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. And it does not relate to any situations of today. പരാജയങ്ങളുടെ പാതകളൊന്നും അതിനെ ബാധിക്കത്തില്ല. The footsteps of your failure won't affect that. ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അതിനെ ബാധിക്കത്തില്ല. Your present situations won't affect വെളിപ്പാട് ഉള്ളിലോട്ട് കയറട്ടെ. Let that revelation enter your heart. നീ വിധിയെ പഴിചാരി, സാഹചര്യങ്ങളെ പഴിചാരി, ഹല്ലേലൂയ, ദുഃഖിച്ച് തലകുനിച്ച് വിഷാദിച്ച് തല ഉയർത്താൻ കഴിയാത്ത നിലയിൽ ഇന്ന് നീ നടക്കുന്നില്ലേ, അത് മാറ്റി ഈ വെളിപ്പാട് നിന്റെ ഹൃദയത്തിനകത്തേക്ക് കയറട്ടെ. ഹല്ലേലൂയ, ആ വെളിപ്പാട് അകത്തേക്ക് കയറട്ടെ. ശുലഭ ശംബര അറബല അടക്കവാല അർബത്താലവ അർബദേരിക അടമച്ചാല അസ്തമന്തര വേദകാരി വൈഡകാലി റബ്തമാല ശുബൽ ഛാല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഡെസ്റ്റിനിയെ, നമ്മൾ കടന്നു പോകുന്ന ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷൻ, നമുക്ക് കൺസേൺ ആയിരിക്കുന്ന, നാം ഏറ്റവും ഭാരപ്പെട്ടിരിക്കുന്ന, നാം എപ്പോഴും ചിന്തിച്ച് നിരാശപ്പെടുന്ന നമ്മുടെ ഓൾ സർക്കംസ്റ്റൻസസ്, കടന്നു വന്ന വഴികൾ, ഇതൊന്നും ബാധകമല്ല എന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. In the light of the word, I will say 5 things that our present situations, our backgrounds, nothing can affect our destiny. നിങ്ങൾ ആദ്യം തന്ന വെളിപ്പാട് ഉള്ളിലാക്കിക്കൊണ്ട് അതിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിന്റെ നിറവിൽ എന്നോടൊപ്പം കടന്നു വരണം.
The revelation you received now, let us keep it in our heart and let us go forward in the world. നോക്കണം, ദൈവം ചെയ്യുന്നതായ, ദൈവം പ്രവർത്തിക്കുന്ന ഡിസൈഡഡ് ആയിട്ടുള്ള ഡെസ്റ്റിനി അല്ലെങ്കിൽ പ്രിപ്പയർഡ് ഔട്ട്കം, ഇത് ഹ്യൂമൻ ലിമിറ്റേഷനിൽ ഒതുക്കാൻ പറ്റില്ല. The prepared destiny or the prepared outcome of God cannot be limited in human limitations. God decides destiny despite human limitation. God decides the destiny despite the human limitations. ഒന്നാമതായി ഒരു എക്സാമ്പിൾ, ന്യൂമറബിൾ എക്സാമ്പിൾ ബൈബിളിലുണ്ട്. എന്നാൽ സുപ്രധാനമായ ചില ഉദാഹരണങ്ങളാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. There are many examples, but we will see some of the examples ആ today. വചനത്തെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. Let us take that word in our heart and start praying. മോശയുടെ ജീവിതം തന്നെ ആദ്യം എടുക്കുകയാണ്. Let us take the life of Moses first. മോസസ് ജനിച്ചത് തന്നെ ഒരു ഡെത്ത് ഡിക്രി, മരണത്തിന്റെ ഒരു ഓർഡിനൻസിന്റെ നടുവിലാണ് അവൻ ജനിച്ചു വീണത്. Moses was born in a time where there was a decree for death. ആ കാലഘട്ടത്തിൽ ഒരു ആൺകുഞ്ഞു പോലും ജീവനോടിരിക്കാതെ നൈൽ നദിയിലേക്ക് എറിഞ്ഞു കൊല്ലുവാൻ ഓർഡർ നിലനിൽക്കുമ്പോൾ ആ ഡെത്ത്, ഫറോയുടെ കിരാതമായ ഡെത്ത് ഡിക്രിയുടെ മുൻപിൽ സ്തോത്രം, ഇതാ മോശ പിറന്ന് വീഴുന്നു. That time when there was a decree to kill every male into the river of Nile, in the midst of that cruel decree, Moses was born. ജനനത്തിൽ തന്നെ അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ സൂതി കർമ്മിണിമാർക്ക് ഓർഡർ ഉണ്ടായിരുന്നു. And the midwives were ordered to kill him, choke him while he was already born. എന്നാൽ ആ മോമെന്റിൽ ദൈവം സ്വർഗത്ത് ആർക്കും ഇറങ്ങാൻ കഴിയാത്തപ്പോൾ ദൈവം അവിടെ ഇറങ്ങിയാണ്. But at that moment where no one could come down, God came down. ഇന്ന് പകൽ ഓർക്കണം, ആർക്കും ഇറങ്ങാൻ പ്രവർത്തിക്കാൻ കഴിയാത്തടുത്ത ഈ സർവശക്തനായ ദൈവം സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ അഡോണായി, എൽ ശദ്ദായ്, എബനേസർ അവിടെ ഇറങ്ങും. Today we should understand Adonai, Ebenezer, Almighty God can come down where no one can come down for us. മരണ വാറണ്ടിൽ രക്ഷപ്പെട്ട ആ കാലഘട്ടത്തിലെ ഒരേ ഒരു വ്യക്തി, who God prepared an outcome. God prepared an outcome from Moses, and he was the only one who was escaping the death warrant. അതുകൊണ്ടാണ് ആ ഡിക്രിയുടെ മുൻപിൽ അവൻ രക്ഷപ്പെട്ടത്. That is how he escaped the death warrant. അവിടെ നിന്നും അവൻ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. And from there he is going to the next stage. ഞാങ്ങണയുടെ ദുർബലമായ ഒരു ബാസ്ക്കറ്റിൽ അവന്റെ കൂടെ അതേ സമയങ്ങളിൽ ഡെത്ത് ഡിക്രിയുടെ അതിന്റെ വിക്ടിമായി തീർന്ന അതേ സ്ഥലത്തേക്കാണ് അവനെ നയിക്കപ്പെടുന്നത്. He was a victim of that death decree, and so he was put in a basket and going through the river. അപ്പോൾ നൈൽ നദിയിലേക്കാണ് പിന്നെയും അവനെ കൊണ്ടുപോകുന്നത്. And again he is going through that same river Nile. ദൈവമൈതലേ, നീ ചിന്തിക്കും ചില വിടുതലുകൾ നീ പ്രാപിച്ചിട്ട് പിന്നെയും ഹല്ലേലൂയ പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് വലിച്ചു തള്ളപ്പെടുന്നത് പോലെ നിനക്ക് അനുഭവപ്പെടുമ്പോൾ ഓർക്കണം, ഞാങ്ങണപ്പെട്ടകത്തിൽ ഉടവലവ ശമ്പല അൺസേഫ് ആയിട്ടുള്ള സാഹചര്യത്തിൽ അതേ അവന്റെ പിൻഗാമികൾക്കുള്ള അതേ ഫേറ്റ് എന്ന് തോന്നുമാറ് നൈൽ നദിയിൽ ഒഴുകി നടക്കുമ്പോഴും ദൈവത്തിന്റെ പദ്ധതി അവനെ തേടി 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 വരികയാണ്. We must understand that many times we think God has rescued me, but still I am going through this trouble. But the way God was with Moses, he is with us through our tribulations. Why? എന്തുകൊണ്ടാണ്? Why? Oh, God Almighty prepared an outcome about his life. Because God Almighty had prepared an outcome about his life. Hallelujah. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയണം, എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്. Today we should say the God who has called me is faithful. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. And my God has a clear plan for me. അവനത് നിറവേറ്റും. And he will fulfill it for me. അവനെ വിളിച്ചിറക്കിയിട്ട് വഴിയിൽ വെച്ച് അലയാൻ അനുവദിക്കത്തില്ല. He is not someone who will forget me in the way. എൻ്റെ ദൈവമുണ്ടല്ലോ, അവൻ എൻ്റെ ആരംഭം കണ്ടവൻ മാത്രമല്ല, എൻ്റെ അവസാനത്തെ കുറിച്ച് അവന് ബോധ്യമുണ്ട്. My God is not just someone who knows my beginnings but also knows my end. ഇന്ന് പകൽക്കാലം വളരെ സീരിയസ് ആയി ദൈവവചനത്തെ എടുക്കണം. Let us be very serious and take these words. അത് വിടുതലായി മാറുവാനിടയായി. It will be deliverance for us. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ ആ സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് ദൈവം അവനെ ഉയർത്തുകയാണ്. From that situation God is lifting him up. ഇതിന്റെ നടുവില് ഒരു രാജകുമാരനെ പോലെ ഫറോയുടെ പാലസില് അന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഏറ്റവും സൂപ്പർ പവറായിരിക്കുന്നതായ ആ പാലസിനുള്ളില് എല്ലാ നന്മകളോടും കൂടെ
മോശ വളർന്നു വരികയാണ്. And after this, Moses is coming as a prince in the Egyptian palace with all the blessings there. നിങ്ങൾ ചോദിക്കും, how it is possible? You may ask, how is it possible? എങ്ങനെയാണ് ഇത് നടക്കുന്നത്? How is it possible? Why? Because he prepared an outcome about his life. Why? Because he prepared an outcome about his life. ഇന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, അവനൊരു ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. Let us also think about ourselves that he has prepared an outcome for me. അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ട് മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും ഇന്ന് പ്രാരംഭത്തിൽ പാടിയതുപോലെ എൻ്റെ ജീവനേക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം. Therefore, as we sang about anything or anyone, we will sing that I love you, my എൻ്റെ Lord. ജീവനേക്കാൾ അധികമായി ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയണം. I love you, my Lord, more than life. Let us ആ declare ആറ്റിറ്റ്യൂഡിലുള്ള ഒരു ജീവിത ശൈലി ക്രമപ്പെടുത്തണം. that. Let us have a lifestyle according to that. Pray. പ്രിയമുള്ളവരെ, കാര്യങ്ങൾ മാറി മറിയും. That's when the things will കാര്യങ്ങൾ മാറി change. മറിയും. That's when things will change. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. May the name of God be praised. ഇവിടെ മോശയുടെ ജീവിതത്തെ ദൈവം വലിയ വഴിത്തിരിവിലേക്ക് നടത്തുകയാണ്. And God is taking Moses' life into great turning points. നോക്കണം, അവിടെയും അവൻ ലോകത്തിലേക്ക് വീഴേണ്ടവനാണ്. And even there he is to fall into the pleasures of ദൈവം the world. താല്പര്യപ്പെട്ട ഡെസ്റ്റിനിയിൽ എത്താൻ കഴിയുന്ന പശ്ചാത്തലമല്ല മനുഷ്യബുദ്ധിയിൽ ആ സാഹചര്യം വിവേചിച്ചാൽ. And through human intelligence we can understand that he will never be led to the outcome God has prepared for അവൻ him. മാനുഷികമായിട്ട് അവിടുത്തെ ഒരു ലീഡറായി അല്ലെങ്കിൽ ഒരു ഫോർത്ത് കമ്മിങ് കിങ് ആയി വരാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. And in practical terms he could have been the prince of Egypt, a forthcoming king there. ഒരിക്കലും ഇസ്രായേലിന്റെ ഉദ്ധാരകനായി ജനനായകനായി വരാൻ സാധ്യതയില്ലായിരുന്നു. And he could have never become a leader or a deliverer for Israel. നോക്കണം, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? But see, why did it happen? Our God had a plan about Moses. Because our God had a plan about Moses. ഇന്ന് പകൽക്കാലം ഓർക്കുക, your beginning may be unstable. Your beginning may be unstable. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം കടന്നു വന്ന വഴികളൊക്കെ വളരെ വൾനറബിളും അൺസ്റ്റബിളും ആയിരിക്കട്ടെ. The ways and circumstances you have come through may be vulnerable and unstable. But your destiny in God is secure. But your destiny in God is secure. ഹല്ലേലൂയ, അത് സെക്യൂർഡ് ആയിരിക്കുകയാണ്. It is already secure. Let us declare with our lips, it is already secure. Let us confess and receive it. പറയുന്ന വാക്കുകൾക്ക് അധികാരമുണ്ട്. The words you say have നിങ്ങൾ ഈ authority. വചനങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് നടന്നിരിക്കും. Let us confess and keep praying and some things will happen. നടന്നിരിക്കും. മറ്റ് വിചാരങ്ങളൊക്കെ വിട്ട് ദൈവത്തിന്റെ മുൻപിൽ വിനയപ്പെട്ട വചനത്തെ ഏറ്റെടുക്കൂ. Let us shun away other thoughts and receive word of God and proclaim it. അവൻ നിങ്ങളുടെ വഴികളിൽ ഇടപെട്ട് വലിയവ ചെയ്യും. He will intervene in our ways and do big things. രണ്ടാമതായിട്ട് ദാവീദിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. Second, let us come to the life of David. നോക്കണം, throughout a journey from shepherd to great king of Israel. Throughout the journey of his shepherd life to the great king of Israel. ആ യാത്ര ഒട്ടും സാധാരണ യാത്രയായിരുന്നില്ല. It was never an ordinary journey. അവന്റെ ഫാമിലിയിൽ അവൻ ഓവർലുക്ക്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. He was already overlooked in his family. എന്താണ് ഓവർലുക്ക്ഡ്? What does overlooked mean? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നോട്ട് നോട്ടീസ്ഡ്. It means not noticed, നോട്ട് ഗിവൺ അറ്റൻഷൻ, not given attention, ഓർ മിസ്ഡ്, or totally missed. അപ്പോൾ ഓർക്കണം, ഭവനത്തിൽ അവന്റെ അവസ്ഥ അതായിരുന്നു. That was his experience in his house. He did not get an attention from the family. He did not get the required attention from his family. അതെത്ര പരിതാപകരമായ ഒരു അനുഭവമാണ്. You can see how much pitiable it is. അത് മാത്രമല്ല, even forgotten his father. His father also forgot about him. അതൊരു ഭാഗത്ത് എൻ്റെ അപ്പനെയും അമ്മയും എന്നെ മറന്നു എന്നാണ് പറയുന്നത്. That is why he says, my mother and my father ഏറ്റവും forget me. പ്രിയമുള്ളവരെ പറ, ഓർക്കേണ്ടത് ആരാണ്? Who is the most loved one? Who should ആരാണ് remember him? നമ്മളെ ഏറ്റവും ഓർക്കുന്നത്? Who should be the most loved people to അവര് remember us? മറക്കുന്ന അവസ്ഥ സഹിക്കാൻ കഴിയുമോ? Can we take in a situation where അവര് they മറക്കുന്ന forget അവസ്ഥ us? താങ്ങാൻ കഴിയുമോ? Can we sustain that experience when അത്ര they forget us? വേദനാജനകമായ സാഹചര്യത്തിലൂടെ അവൻ കടന്നുപോയി. That was the painful experience David went through. But God said, But God said, അവന്റെ സാഹചര്യം ഇതായിരുന്നു. that was his circumstance. പക്ഷേ ശമൂവേലിനോട് ദൈവം പറഞ്ഞു, But God is telling Samuel, Arise arise and anoint him. and anoint him. This is he. This is he. ആ ഭാഗമാണ് ഞാൻ പറയുന്നത്. That is the words I'm speaking. ശമൂവേലിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക. God is telling Samuel, arise. ഇവനാകുന്നു അവനെ അനോയിന്റ് ചെയ്യുക. He is the one
anoint him. അപ്പൊ അതിന് മുൻപിലുള്ള സാഹചര്യം എന്തായിരുന്നു? അനോയിന്റ് ചെയ്യാൻ വന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വിവരിക്കുന്നില്ല, ഒത്തിരി മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. We know the context when Samuel is coming to അവന്റെ anoint. മുൻപിലുള്ള 7 സഹോദരന്മാരും പാലസിലെ സീനിയർ ഓഫീസേഴ്സിൽ കേഡറിലുള്ളവരാണ്. David's 7 brothers are senior officers in the palace. അപ്പോൾ നാച്ചുറലി ആരാണ് ഒരു കിങ് ആവുമെന്ന് പറയുമ്പോൾ ശായി അങ്ങനെ ചിന്തിച്ചത്. Therefore, naturally, Jesse might have thought it should be one of them. പക്ഷേ ദൈവം ഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്ന പദ്ധതിയിൽപ്പെടുന്നത് ആരാണ്? ദാവീദാണ്. But God had destined in his plan, it was David. അപ്പോൾ അവനെ വിളിച്ചു വരുത്തുന്ന വരെ അവിടുത്തെ ഫീസ്റ്റ് ഹോൾട്ട് ചെയ്ത് വെച്ചു. Until David was called and he reached, the feast was halted. അവൻ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എഴുന്നേൽക്ക, ഇവനാകുന്നവൻ, അവനെ അനോയിന്റ് ചെയ്യാനാണ് പറഞ്ഞത്. When he reached, God says to Samuel, arise and anoint him. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, പീപ്പിൾ മേ നോട്ട് സീ യുവർ ഡെസ്റ്റിനി. But one thing you should remember, people may not see your destiny. But God does. But God does. നമ്മളെ കാണുന്ന ഒരാൾക്ക് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതുപോലെ തിരിച്ചറിയാൻ കഴിയില്ല. A person looking at us cannot clearly see our പക്ഷേ destiny. ദൈവത്തിന് അത് അറിയാം. But Lord knows it clearly. ഇന്ന് പകൽക്കാലം വളരെ ധ്യാനിച്ച് സീരിയസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ആലോചനയാണിത്. It is a message for people who are very serious and ദൈവസന്നിധിയിൽ meditating. വളരാനും വർദ്ധിക്കാനും വേണ്ടി മാത്രമുള്ളവർക്കാണ്. And it is for people who really want to grow and be fruitful in the ദൈവത്തിന്റെ Lord. പ്രവൃത്തിയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയുള്ള ദൂതാണിത്. It is for people who want to be part of the great works of the Lord. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the Lord help us. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന് നിദാനമായ മറ്റൊരു എക്സാമ്പിൾ കാണാൻ കഴിയും. In New Testament, when we come, we can see another example. യേശുവിന് ജന്മം കൊടുത്ത മറിയ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു. Mary, who gave birth to Jesus, was an ordinary girl. പക്ഷേ യേശു കർത്താവിന്റെ അമ്മയായി അവൾ മാറി. But she was the mother of our Lord Jesus. നോക്കണം, God stepped into an ordinary life and gave an extraordinary life. God stepped into her ordinary life and gave her Ordinary an life extraordinary life. extraordinary ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുപോവുകയാണ്. And God is taking that ordinary life to an നമ്മൾ ആ extraordinary വചനമൊക്കെ destiny. പഠിക്കുക. ഇനി ഓരോ ക്യാരക്ടറിനെയും പഠിക്കണം, എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയെന്ന്. And we should see why every character turned അവരുടെ out to be that. റിലേഷൻഷിപ്പ് ദൈവമായിട്ട് എങ്ങനെ ആയിരുന്നെന്നൂടെ നമ്മൾ പഠിക്കാനുണ്ട്. And we should learn how was their relationship അത് with നിങ്ങൾ God. പഠിച്ചോണം. ഇവിടെ എബോവ് ഗ്രാജുവേഷൻ മേലിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. We can study that on our own. നാം ഈ ധ്യാനിക്കുന്ന എല്ലാം ഒരു ഹയർ പോയിന്റിലുള്ളതായ ദൈവവചന ധ്യാനമാണ്. The meditation we are doing is on a higher point ഒരു today. ഓഫീസർ ലെവൽ കേഡറിൽ ആത്മീയമായി പ്രയോജനപ്പെടാൻ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ആലോചന. It is for a person in an officer level in the ഒരു spiritual realm. ജനറൽ ലെവലിൽ പ്രയോജനപ്പെടാൻ വേണ്ടിയുള്ളവർക്കാണ് ഇന്ന് ഈ വചന ശുശ്രൂഷ 21 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ദൈവാത്മാവ് തരുന്നത്. And it is for people who want to be used for the Lord in a general അതുകൊണ്ട് level. നിസ്സാരമായിട്ട് നിങ്ങൾ എടുക്കരുത്. Therefore, do not take it in a small വളരെ way. ശക്തമായ ദൈവാലോചനയാണ്. It is a powerful message of ഓ God. സ്തോത്രം. ദൈവം ഇറങ്ങി വന്നു ഒരു അസാധാരണക്കാരിയാക്കി മാറ്റുവാൻ ദൈവം ഇറങ്ങി വരികയാണ്. God came down and turned that ordinary life into an extraordinary പത്രോസിന്റെ one. ജീവിതത്തിലേക്ക് നോക്കുക. Let's look into the life of Peter. ഓ ഒരു ഫിഷർമാനിൽ നിന്നും ഒരു ഗ്രേറ്റ് അപ്പോസ്റ്റലായി ദൈവം അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. God turned into from a fisherman to a great apostle. ആ നേച്ചർ നോക്കിയാലേ മാൻ വിത്ത് വീക്ക്നെസ്, We can see that nature itself, he was a man with weakness, ഫെയിലുവേഴ്സ്, with failures, denials. But God chose him to preach his wonderful word. But God chose him to preach his wonderful word. And also God enabled him, strengthened him to stand and preach in the midst of the people, in the midst of Pentecost. And God also enabled and strengthened him to preach in the midst of നിങ്ങൾ people on the ചിന്തിക്കണം, day of യേശു Pentecost. കർത്താവ് വിഭാവനം ചെയ്ത് അവനിലൂടെ വെളിപ്പെടേണ്ടതായ പുതിയ നിയമസഭയുടെ ഉൽപ്പത്തി ആരംഭിക്കുന്നത് the day of Pentecostilലാണ്. And God chose him and strengthened him to give rise to the church on the day of Pentecost. അവിടെ നിന്ന് ശക്തി പ്രാപിച്ച അപ്പോസ്തലന്മാർ ലോകത്തിന്റെ 4 കോണിലേക്ക് പോവുകയാണ്. The apostles received the power of the Holy Spirit and went to the 4 corners of the അവരുടെ world. നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിക്കുന്നതും സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും ആരാണ്? In the midst of that, who was the one who came and ഹല്ലേലൂയ. പ്രാർത്ഥന ആരാധന കേൾക്കുന്നില്ലല്ലോ, കൈയടി വരുന്നില്ലല്ലോ, ഹല്ലേലൂയ സ്തുതിക്കാൻ കഴിയുന്നില്ലല്ലോ. പ്രാർത്ഥിക്കുക, ഏറ്റെടുക്കുക. Let us pray and receive your words. ഹല്ലേലൂയ. ഈ സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പോലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം വളരെ വ്യത്യസ്തമായ ഒരു ചലനം നിങ്ങളിൽ ഉണ്ടാകട്ടെ. Let there be a special moving in your lives today. അപ്പം ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുന്നതിൽ
ഒരു തടസ്സവുമില്ല. Therefore, for God to fulfill his outcome, there are no limitations. ദൈവവചനം പറയുന്നു, my counsel shall stand. That is why the word of God says, my counsel shall And I will stand, accomplish all my purpose. and I will accomplish all my purpose. അപ്പോൾ ഏത് വിധത്തിലുള്ളതായ ഹ്യൂമൻ ലിമിറ്റേഷൻ ഉണ്ടായാലും ആ ലിമിറ്റേഷൻ ഒന്നും ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ കഴിയില്ല. So therefore, whatever human limitations may come, it cannot stop the purpose of God. രണ്ടാമതായിട്ടുള്ളത്, God decide destiny despite evil opposition. Secondly, God decides destiny despite of evil oppositions. ഏത് വിധത്തിൽ ശത്രുവിന്റെ എതിർപ്പുകൾ ഉണ്ടായാലും ദൈവം ഔട്ട്കം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്ന് അന്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. Whatever evil oppositions may come, for the person who has a destiny from God can never be separated from that. അപ്പോൾ നാം ഓർക്കണം, ഇതിലാണ് നാം അറിയേണ്ടത് നമ്മുടെ യാത്ര എങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ളത്. This is where we need to see how is our journey going forward. ജോസഫിന്റെ ജീവിതം തന്നെ നമുക്ക് നോക്കാം. We can see Joseph's life. നോക്കണം, ഒരു പിറ്റിൽ നിന്നും പാലസിലേക്കുള്ള യാത്രയാണ്. His journey from that pit to the palace. ആ ഭാഗങ്ങളെല്ലാം വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. It's all there in the scriptures. അവന്റെ ബ്രദേഴ്സ് എല്ലാം എന്താ പറഞ്ഞേ? What did his brothers say? ഇതാ സ്വപ്നക്കാരൻ വരുന്നു, അവന്റെ സ്വപ്നം എന്താകട്ടെ എന്നൊന്ന് കാണാം. See, the dreamer is coming. Let's see what his dreams are. Praise the Lord. Amen. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. And we raise our hands and Praise the Lord. Hallelujah. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. ഹല്ലേലൂയ. നിനക്ക് അങ്ങനെയുള്ള ചലഞ്ച് ഉണ്ടോ ദൈവമൈതലേ? ഓ, ഒന്ന് കാണട്ടെ, അവനൊന്ന് വളർന്നു വരുന്ന കാണട്ടെ, അവൻ എത്രമാത്രം പോകുമെന്നൊന്ന് കാണട്ടെ. അവൾ എവിടെ വരെ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാവുകളുടെ മുൻപില് ഈ വചനം നിങ്ങൾ ഓർക്കുക. ഹല്ലേലൂയ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചാട്ടെ. സഹോദരന്മാർ പറഞ്ഞു, അവന്റെ സ്വപ്നം എന്താകുന്നു ഒന്ന് കാണാം നമുക്ക്. His brothers mocked. Let us see what his dreams are. അതുകൊണ്ടാണ് പൊട്ടക്കിണറ്റിൽ ഇട്ടത്. That is why they put him in the pit. അതുകൊണ്ടാണ് ആദ്യം ബ്രൂട്ടലി ഉപദ്രവിച്ചത്. That is before they brutally oppressed and assaulted അവൻ him. എവിടെയും പോയി തൊലയേട്ടെന്നും പറഞ്ഞാണ് അടിമക്കച്ചവടക്കാർക്ക് വിറ്റത്. They said, let him go and be destroyed, and sold him to the Midianites. But God said, my counsel will stand. But God said, my counsel will stand. അർത്ഥൽ പ്രൗഢ രഗതന രമന തിരാമാന. ആദ്യമേ പറഞ്ഞ ഒരു വെളിപ്പാട് നിങ്ങൾ ഉള്ളിലിട്ടേക്കണമെന്ന് പറഞ്ഞു. God prepared an outcome for you. In the beginning we took a revelation. God prepared an outcome for you. But God said, my purpose will stand. But God has said, my purpose will stand. Hell cannot cancel what heaven has ordained. Hell cannot cancel what heaven has ordained. Hallelujah. Hell cannot cancel what heaven ordained. Hell cannot cancel what heaven ordained. പറഞ്ഞാട്ടെ, അധരം കൊണ്ട് പറഞ്ഞാട്ടെ. Can we declare it Hell with our lips? cannot cancel what heaven has ordained. Can we declare hell cannot cancel ഓ, what heaven has സ്വർഗ്ഗത്തിലെ ordained? ദൈവം നിരൂപിച്ചിരിക്കുന്നതിനെ തടയാൻ പാതാള ശക്തികൾക്ക് കഴിയില്ല. The heavenly God, what he has prepared, the forces of hell cannot cancel. സ്വർഗ്ഗം നിശ്ചയിച്ചുറപ്പിച്ചതിനെ തടയാൻ പാതാള ശക്തികൾക്ക് കഴിയില്ല. What heaven has decided, the forces of hell cannot cancel. Oh, hell cannot cancel Amen. what heaven ordained. Hell cannot cancel what heaven has ordained. ഇന്ന് പകൽക്കാലം ദൈവജനം ബലപ്പെടട്ടെ. Can we be strengthened today? നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തെ ഓർക്കണ്ട. Do not focus on your ദൈവം situation. നിങ്ങളോട് എന്താ പറഞ്ഞെന്നുള്ളത് ഓർത്തോണ്ടിരുന്നാൽ മതി. Just remember what God has spoken ദൈവം to നിങ്ങളോട് you. പറഞ്ഞിട്ടില്ലേ ഒരുപാട് കാര്യങ്ങൾ? God has ഓ, spoken ദൈവം to many പറഞ്ഞിട്ടുള്ള things. വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് പറയുന്നവർ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. If you have promises from ഓ, God, let us lift സ്തോത്രം. our hands. എന്നോട് ദൈവത്തിന്റെ ആലോചനയുണ്ട്, എന്നോട് ദൈവത്തിന്റെ ആലോചനയുണ്ട്. ആ കരം ഉയർന്നിരിക്കട്ടെ. സ്വർഗം അത് കാണുന്നുണ്ട്. ഇന്ന് ആ കരങ്ങളിലേക്ക് ശക്തി ഇറങ്ങുന്നു. റബലവ ശബ്ദലവ ശാന്തലവ അർത്ഥലവ. No hell can cancel it. No hell can cancel it. No hell can cancel it. ശറബ ധുരബ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ധൂമ റബ ബബ.
hallelujah. Oh, hallelujah. Hallelujah. ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, no hell can cancel. No hell can cancel. No hell can cancel. Oh, what God ordained about me, what God planned for me. Oh, no hell can cancel. 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 Sharaba, Thababa, Shamdaba. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ശാന്തവ രഗതുലാധരാദിയ യേശുവിൻ നാമത്തിൽ ശാന്തൽ പ്രൗഢ വൽക്കബാല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. Glory be to God. ദൈവം വിടുതലിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചു പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന ശുശ്രൂഷയാണ്. Let's prepare and receive the deliverance. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ വിടുതൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന ശുശ്രൂഷയാണ്. Let us keep receiving the യാഗരിച്ച് deliverance. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. Let us earnestly keep praying. No hell can cancel. No hell can cancel. No hell can cancel. No hell can cancel. What God ordained for you. What God has What ordained God for planned you. for you. What God can do for you. ദൈവമേ, കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ അസാധാരണമായ കൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ. അസാധാരണമായ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. നമ്മൾ എസ്തേറിലേക്ക് വരികയാണ്. Let us come to Esther. ഹല്ലേലൂയ. അവള് എക്സലിക്ക് പീരീഡിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. She lived in a period of exile. എക്സൈലിലായിരുന്നു അവർക്ക് ഓൾ ഗ്രൂപ്പ്. The whole group was under exile. പക്ഷേ അവിടെ നിന്ന് ഒരു രാജ്ഞിയായി മാറുകയാണ്. But from there she is becoming a queen. ഓ സ്തോത്രം. വളരെ വലിയ വിശാലമായ ഒരു നേഷന്റെ ക്യൂനായിട്ട് വരികയാണ്. From there she is becoming a queen for a big nation. ഏതുകൊണ്ടും യോഗ്യതയും അർഹതയുള്ള വസ്തിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എസ്തേർ അവിടേക്ക് വരുന്നത്. The most qualified and worthy queen Vashti has been replaced. ദൈവപൈതലേ, നീ ദൈവത്തിനു വേണ്ടി നിൽക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ പലരെയും റീപ്ലേസ് ചെയ്യിക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. നിനക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന പലതിനെയും റീപ്ലേസ് ചെയ്ത് ആത്മാവ് പ്രവചിക്കുന്നു. ഇപ്പോൾ തന്നെ അതിന്മേൽ ചില തീർപ്പുണ്ടാകും. നീ ദൈവത്തിന് വേണ്ടി ഒരു പടി കൂടെ മുൻപോട്ട് നിൽക്കുമെന്ന് നീ സമർപ്പിക്കുമെങ്കിൽ ചില വസ്തിമാർ വഴിമാറും, ഇല്ലെങ്കിൽ ദൈവം വഴി മാറ്റും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക, കർത്താവിന് മഹത്വം കൊടുക്കുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ അവൻ ചില വസ്തിമാരെ മാറ്റും. കേട്ടോ, കൃത്യമായി മാറ്റും. ഒരു ഉറപ്പാ ദൈവത്തിന് വേണ്ടത്. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്നുള്ളതാണ്. വിനയത്തോടും പ്രാർത്ഥനയോടും എന്നും അവന്റെ നന്മയെ ചൊല്ലി ഓർത്ത് ധ്യാനിക്കുന്ന പാദപീഠത്തിൽ വീണ് കിടക്കുന്നവൾ, പാദപീഠത്തിൽ വീണ് കിടക്കുന്നവനെന്ന് ഒരു ബോധ്യം മാത്രം മതി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചില വസ്തിമാര് വഴിമാറാൻ, നിനക്ക് വേണ്ടി വരെ ശൗലുമാര് വഴിമാറാൻ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് സർവമഹത്വത്തോടും കൂടെ ഈ ആലയത്തിനകത്തേക്ക് ഇറങ്ങി ഉലാവുന്നു, ഇറങ്ങി ഓരോരുത്തരോടും ഇടപെടുന്നു. മൊർദെഖായി അവളോട് പറഞ്ഞു, Mordecai is telling her, ഇതിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. for this purpose you have come to this place. ദൈവത്തിന് പദ്ധതിയുണ്ട്. Therefore God has a plan. ഹല്ലേലൂയ. ഈ ജനം പ്രതികൂലത്തിലേക്ക് പോകാൻ പോകുമ്പോൾ, These people are going to destruction ഹല്ലേലൂയ, now. അവർക്ക് വേണ്ടി നിൽക്കാൻ ഒരാളെ വേണം. God has ഇന്ന് kept ഓരോരുത്തരും stand for ചിന്തിച്ചോ, them. നിങ്ങൾക്ക് ഭൗതികമായി ലഭിച്ചിരിക്കുന്ന ജോലി, സ്ഥാനങ്ങൾ, മാനങ്ങളെല്ലാം, Today the job positions and achievements you have അവിടെ today, എല്ലാം കർത്താവിന്റെ സ്ഥാനപതികളായി നിൽക്കാനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്. it is for you to stand as ambassadors for ഹല്ലേലൂയ. God. അവിടെ എല്ലാം അതിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. You just need to submit ഹല്ലേലൂയ. yourself. നിന്നെ അധികാര സ്ഥാനങ്ങളിലേക്ക് അവൻ ഉയർത്തും. God will take you to authoritative നിന്നെ positions. എലിവേറ്റ് ചെയ്യാനാണ് ദൈവത്തിന്റെ പ്ലാന്. God wants to elevate you. നിന്നെ ഉയർത്താനാണ് ദൈവത്തിന്റെ പ്ലാന്. God wants to lift you up. No hell can stand against that. No hell can stand against that. You have to prepare and submit yourselves
before God. Hallelujah. Oh, Rabba Sala Thambar Khamba Kauda Bala Bashandala Rambala Bashandala Hasuradara Thirapurabala Chudabala Karabala Karabala Kadabala Karamana Arambara Barabara. Hallelujah. ശത്രു ഉണ്ടാക്കിയത് കഴുകുമരമാണ്. The devil made a gallows for അവനിത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. and the devil will keep preparing that. അവൻ കഴുകുമരം ഉണ്ടാക്കിക്കൊണ്ട് അവൻ ഇങ്ങനെ മലയാള ഭാഷ പറഞ്ഞ പാരമണിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. The devil will keep building troubles for you. അവൻ നിനക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. The devil is keep scheming harm against Hallelujah. But our Almighty God is enough able to deliver you from out of that. you. Our God is enough and able to deliver you. ഓ, അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ദൈവം മതിയായവനാണ്. Our God is enough and able അവൻ to take ഇറങ്ങി you വരും. out. He will come down ഓ, for you. വിശ്വസിക്കുക. Can we believe that? വിശ്വസിക്കുക. Can we believe that? Hallelujah. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ ഒട്ടും നിങ്ങളുടെ ബലം ചോർന്നു പോകരുത്. May the name of our God be praised. Let us not be weakened at all. ആത്മാവിന്റെ ശക്തിയിൽ ജാഗരിച്ച് തന്നെ ഇരിക്കുക. Let us continue to wait on ഈ the Holy വചനം Spirit. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആത്മാവിനെ കാണിക്കുന്നു. The Holy Spirit is showing deliverance are happening right now. ചില അതിന്റെ അധികാര സ്ഥാനങ്ങളിൽ ചിലത് തെറിച്ച് താഴെ വീഴുന്നത് ദൈവാത്മാവെന്നെ You കാണിച്ചു. can already see some people falling down നിനക്ക് from ദോഷം authority നിരൂപിച്ചുകൊണ്ടും positions. നിന്റെ വഴിയെ അടച്ചുകൊണ്ടും നിൽക്കുന്ന ചില ഹല്ലേലൂയ സ്തോത്രം ചില തടസ്സ കോട്ടകൾ ഹല്ലേലൂയ അവിടുന്ന് തെറിച്ച് വീഴുന്നത് ഞാൻ കാണുന്നു. കമാറോല രക്ഷതേവിലിയ ഹംബ്ര പ്രൗഢവൽക്കമേ ശംബരേ ഖമനേ കടകേ ഉടാര ധീര രീബ യേശുവിന്റെ നാമത്തിൽ ശഖർവാൽ വരാദര. Thank you. അവനെല്ലാം പ്ലാൻ ചെയ്തു. They have planned everything. പക്ഷേ അതൊരു വലിയ വിടുതലിലേക്ക് ദൈവം നയിച്ചു. But God delivered to a great victory. നമ്മുടെ കർത്താവിനെ നോക്കുക. Let us see Jesus. അവനെ നശിപ്പിക്കുവാൻ അവന്റെ ജനനത്തിൽ തന്നെ ശത്രു ശ്രമിച്ചു. The devil tried to destroy him right at his birth. ജനനത്തിൽ തന്നെ ഓർഡർ മോശയുടെ ജനനം പോലെ അവനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. It was the same time as Moses. There was an order to finish. ഹെരോദ് അതിനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. Herod had already passed that ordinance. പക്ഷേ ദൈവം അതിന്റെ നടുവിൽ ഇറങ്ങി വന്നു. But God came down in that. ദൈവം പറഞ്ഞിട്ടുണ്ട് അവൻ തന്റെ ജനത്തെ രക്ഷിക്കുമെന്ന്. God said, I will deliver my people. അതവിടെ നടക്കുകയാണ്. And that is what has happened there. പൗലോസിന്റെ ജീവിതം നോക്കുക. We can see Paul's life. Tried to use him to destroy the church and his people. The devil tried to use him to destroy the church and his അവന്റെ God's മക്കളെ people. ഉപദ്രവിക്കാനും അതിന്റെ എന്നും എഗൻസ്റ്റ് ആയിട്ട് നിൽക്കാനാണ് ശത്രു അവനെ പ്രിപ്പയർ ചെയ്യിച്ചത്. The devil prepared him to destroy the church and against the people പക്ഷെങ്കിൽ of God. God turned him to a great builder of the church. God turned him to a great builder of the church. ഓ, ചർച്ചിന്റെ ഡിസ്ട്രോയർ ആയിട്ട് നിൽക്കുവാൻ ശത്രു അവനെ വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ God turned him to a builder of the church. The devil brought him to be a destroyer of the church, but God turned him to be a From builder. persecutor to a great apostle. From persecutor to a great apostle. ഓ, ഒരു പീഡകനായി അവന്റെ ജീവിതം തീരണ്ടെടുത്ത് ഒരു ഗ്രേറ്റ് അപ്പോസ്റ്റലായി ചർച്ചിന്റെ ഒരു ഗ്രേറ്റ് ബിൽഡറായി അവൻ മാറി. His life should have ended as a persecutor, but he was turned to a great apostle and a builder of the church. അപ്പോൾ നമ്മൾ രണ്ടാമത് കേട്ടത് ഒന്നാമത് ഹ്യൂമൻ ലിമിറ്റേഷൻ, രണ്ട് ശത്രു ഉയർത്തിക്കൊണ്ടുവരുന്നതായ സാഹചര്യങ്ങളൊന്നും നമ്മുടെ ഭാവിയെ ഡെസ്റ്റിനിയെ തടയാൻ പറ്റില്ല. First we heard about human limitations. Second, about the evil oppositions. It cannot stand against our destiny. അടുത്തത് ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒന്നാണ്, God decides destiny through divine interruption. The next thing we should be focusing on is God decides destiny through divine intervention. നമ്മൾ സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില ഇന്ററപ്ഷൻസ് നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ വന്ന് വീഴുകയാണ്. We might be going smoothly in our life, but there could be unexpected interruptions coming. ദൈവത്താൽ വരുന്ന ഇന്ററപ്ഷൻ, ഡിവൈൻ ഇന്ററപ്ഷൻ എന്ന് നമുക്ക് പറയാൻ. We can say that as divine interventions coming from our God. നമുക്ക് അബ്രഹാമിനെ കാണാൻ കഴിയും. We can see Abraham in that place. അബ്രഹാമിനെ മിഥ്യാമൂർത്തികളെ ആരാധിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ദൈവം വിളിക്കുന്നത്. God is calling Abraham from a place of idol worship. അവിടുന്ന് പുറപ്പെടാനാണ് ദൈവം അവനോട് പറയുന്നത്. And God is telling him to leave that place. വളരെ കംഫർട്ടബിൾ ആയി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവനെ അങ്ങനെ വിളിക്കുന്നത്. It was a very comfortable spot and God is calling him. പക്ഷേ ആ ഇന്ററപ്ഷൻ അവന്റെ ജീവിതത്തിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? But why did that interruption come in his life?
അവന്റെ ജീവിതത്തിലെ ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റിന് വേണ്ടിയാണ്. It was for a great achievement in his life. അവൻ ഒരിക്കലും അതുകൊണ്ട് തന്നെ അവൻ അറിയാത്ത വഴികളിലൂടെ അവനെ പോകേണ്ടി വന്നു. That is why he had to go through ways he had never അതുകൊണ്ടാണ് known. കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞത്. That is why it is called a place I will show പല you. കാര്യങ്ങളുടെയും വ്യക്തതയില്ലാതെ അൺസർട്ടനിറ്റി വിളിച്ചിറക്കിയിട്ട് ഒന്നുമില്ലാത്തതുപോലെ തോന്നുന്ന ചില ശൂന്യതകളുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഫീൽ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ആ ഡിവൈൻ ഇന്ററപ്ഷൻ നിന്നെ തകർക്കാനല്ല, നിന്നെ ഡീഗ്രേഡ് ചെയ്യാനല്ല. നീ ഡീഗ്രേഡഡ് ആയിട്ടൊരു ലൈഫല്ല മുൻപോട്ട് ഇനി നയിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, നിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ദൈവം, ഹല്ലേലൂയ, അവൻ അറിവിലാണ് ഈ ഇന്ററപ്ഷൻസ് ഉണ്ടായിരിക്കുന്നത്. God might have called you, but you might be in uncertainties. But God is reassuring you that that interruption was not to destroy you, but He knows very well what is happening. In some situations, destiny begins when God interrupts your comfort situation. In some situations, your destiny begins when God interrupts your comfort situations. കംഫർട്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ അതിനെ ഇളക്കും. നമ്മൾ മലയാളത്തിലൊക്കെ പാടില്ലേ, കൂടുകളെ കൂടെ കൂടിളക്കി ഉറക്കെന്ന് പാടിയായിട്ട് 2 ലൈൻ പാടിയായിട്ട്, കൂടുകളെ കൂടെ കൂടിളക്കി കരങ്ങൾ അടിച്ചൊന്ന് പാടിയേ, കരങ്ങൾ അടിച്ച ആത്മാവിൽ അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പാടാൻ ആഗ്രഹമുണ്ടെങ്കിലും വേഗത്തിൽ ഇത് വെച്ച് ചില കൃത്യമായ ചില വിടുതലുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. There are some clear deliverances happening through these words. ഗിദെയോനെ ദൈവം വിളിച്ചു. God called Gideon. പേടിച്ച് ഭയന്ന് അവൻ ഒളിച്ചിരുന്നവനാണ്. He was a coward and afraid person. അവൻ പറഞ്ഞ എന്താണെന്നറിയാം, I am the least person and among my tribe. He said, I am the least vessel among my tribe. എൻ്റെ കുലത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ്. He said, I am the smallest in my tribe. പക്ഷെ എന്താ സംഭവിച്ചേ? ദൈവം പറഞ്ഞു. ദൈവം എന്താ പറഞ്ഞേ? അറിയാവുന്നവരൊന്ന് പറഞ്ഞാട്ടെ, ഉറക്കെ പറയുക, റെസ്പോണ്ട് ഉണ്ടാകട്ടെ. You are a mighty man of valor. Yes, God said you are a mighty man of valor. ദൈവം പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയേ. You are a mighty man of valor. God Why is calling him. God said like that? Why are you upset like this? Why did God call like that? Why is God calling him like that? Because he prepared an outcome. Because he had prepared an outcome about Gideon's life. about Gideon's life. Hallelujah. Hallelujah. അങ്ങനൊന്നും ആർക്കും നമ്മളെ ഇളക്കാൻ കഴിയത്തില്ല. There's no നമ്മൾ one who ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. No one can shake us like that if we are standing firm for the Lord. അപ്പോൾ ദൈവം വിളിക്കുന്നത് പരാക്രമശാലി എന്നാണ്. God is calling him mighty man of valor. ഇന്ന് പകൽക്കാലം ഓർക്കുക, ദൈവവചനം ദൈവ പൈതലേ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഇന്നത്തെ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കാൾ അതിനെ ഓവർ റൂൾ ചെയ്യുവാൻ, അതിന്റെ മേൽ ഓവർ പവറായി വ്യാപരിക്കുവാൻ കഴിയുന്നതാണ് ആ വാഗ്ദത്തം, ആ ദൈവത്തിന്റെ വചനം. Today you must understand, if the word of God is in your heart, it can overrule and overpower any situation. നീ ഗ്രൗണ്ടിൽ ലീസ്റ്റ് ആയിരിക്കും. You might be smallest on the ground. പക്ഷേ ദൈവം നിന്നെ കുറിച്ച് എന്ന് പറയുന്നത് നീ ലീസ്റ്റ് എന്നല്ല, you a mighty man of valor. But God is not calling you as a least, but calling you a mighty man of valor. ഹല്ലേലൂയ. എല്ലാ പ്രോട്ടോക്കോളും മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഈ വിശുദ്ധ സഭായോഗത്തിൽ ചില വിടുതലിലേക്ക് സഭയെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ്. God is taking you into a great deliverance, setting aside all ഫോർമാലിറ്റി എല്ലാം മാറ്റിവെച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. Let us set aside all formalities and വിടുതലിനായി ജനം ഒരുങ്ങട്ടെ. let us prepare for ഓ deliverance. റബ തൽബറ സംബര ഭൗഡവരഗസ്യാല ഓ റബേഖേന തീര ലബതുരാവല അടഗസ്യ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. Hallelujah. അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി ഉള്ളത്, വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി ഉള്ളത്, അത് നിങ്ങളുടെ സാഹചര്യങ്ങളെയൊക്കെ നിർജീവമാക്കാൻ ശക്തിയുള്ളതാണ്. The promises and counsels God has for you is to change and bring your situations a different change. അതുകൊണ്ടാണ്
നോക്കണം, ടാക്സ് കളക്ടർക്ക് ഒരു ഇന്ററപ്ഷൻ ഉണ്ടായി. That's why there was an interruption for the tax collector. മത്തായിയായ ശുങ്കക്കാരനായ മത്തായിയെ കുറിച്ചാണ് പറയുന്നത്. We can see it's about Matthew. മത്തായി എഴുതിയ സുവിശേഷം 6 അത് കാണുന്നു. We can see that in chapter 6 of Gospel of Matthew. പക്ഷേ ഒരു ഇന്ററപ്ഷൻ, It was an interruption, ഒരു വലിയ ഡിസൈപ്പിളായി മാറാനായിട്ട് അത് മാറി. but that changed him into a great disciple. എന്നുവെച്ചാൽ കടന്നു വന്ന വഴികളിൽ ഉണ്ടാകുന്ന ഒരു ഇന്ററപ്ഷൻ, ഒരു ചേഞ്ച് ഉണ്ടല്ലോ. It is a change or an interruption coming in the way you are ഈ coming. വചനവും ചിലപ്പോൾ നിങ്ങളെ അങ്ങനെ നയിക്കുകയാണ്, കാരണം വിടുതലിലേക്ക് പോകാനാണ്. This word also might be leading you in that way because it is for deliverance. ഈ വചനം ഗ്രഹിച്ചെടുക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. If you receive this word, you are blessed. ഒരമ്മയുടെ ഹൃദയത്തിൽ ഈ വചനം കേറിയാൽ ആ അമ്മ ദർശനത്തോടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. If a mother receives this word, she will pray for അവരുടെ revelation ഭാവിക്ക് for വേണ്ടി her child. പ്രാർത്ഥിക്കും. She will pray for the child's future. കാഴ്ചപ്പാടുള്ള ഒരു പിതാവിന്റെ ഹൃദയത്തിൽ ഈ വചനം കേറിയാൽ ആ തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ. If a father with vision receives this word, he will pray for his child's future and his for his child. എന്തായിരുന്നു സമരിറ്റൻ വുമണിന്റെ അവസ്ഥ? What was the situation of the Samaritan woman? എല്ലാവരാലും വേണ്ട വിധത്തിൽ ആദരിക്കപ്പെടാത്തവളായിരുന്നു. She was dishonored by everyone and rejected. നോക്കണം, അവിടെ ലൈഫ് വളരെ ഫ്രാജൈൽ ആയിട്ടുള്ളത് ലൈഫായിരുന്നു. Her life was a very fragile one. അവളുടെ രഹസ്യ പാപങ്ങൾ പുറം ലോകം അറിയാത്തതായിരുന്നു. Her secret sins were not known to the world. എന്നാൽ കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അവളുടെ ജീവിതത്തെ മാറ്റി. But that encounter with Jesus changed her ഒരു life. ഗ്രേറ്റ് ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് അവൾ മാറി. She became a great evangelist. ദൈവമേ, നിനക്കവൻ നന്മ തന്നത് എന്തിനു വേണ്ടിയാണ്? My people, why did the Lord has given you blessings? കുറച്ചു കാലം അതിന്റെ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണോ? It is not just to boast about it for some time. അതൊക്കെ ഈ ഭൂമിയിൽ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക വലിയ പർപ്പസിനായിട്ടാണ് ദൈവം വിളിച്ചത്. That is good for experience, but it was also for a വലിയ great purpose. പദ്ധതിക്കായിട്ടാണ് അവൻ വിളിച്ചത്. It is for a great plan and purpose. അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. We should focus on that. യേശുവുമായിട്ടുള്ള എൻകൗണ്ടർ അവളുടെ ഓൾ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്തു. And the encounter with Jesus transformed her whole life. നാം ഇതിന്റെ അവസാനത്തിലേക്ക് വരികയാണ് ഈ സന്ദേശത്തിന്റെ. We are coming to the end of this message. അതിന്റെ 4ാമത്തെ ഭാഗം എന്ന് പറയുന്നത് God decide destiny even through death like situation. The 4th point is God decides destiny even എല്ലാവരും ശ്രദ്ധിക്കണേ. through death like situations. എല്ലാവരും ഗൗരവമായിട്ടിരിക്കുക, കുഞ്ഞുങ്ങളുള്ളവരവര് അവരെ ശ്രദ്ധിക്കട്ടെ. പക്ഷെ ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. Let us be with divided attention and prayer. കാരണം നിങ്ങളുടെ ഇന്ററപ്ഷൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ചെറിയ ഇന്ററപ്ഷൻ മറ്റൊരാൾക്ക് അത് പ്രോബ്ലം ആകും. Some interruptions can be a problem for someone else. അത് മറ്റുള്ളവർക്ക് വിടുതലിന് തടസ്സമാകും. Can be an obstacle for വളരെ സീരിയസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. It is a very sensitive and serious service going on. സ്വർഗ്ഗത്തിലെ ദൈവം ഇവിടെ ഇറങ്ങി വന്നിരിക്കണം അവന്റെ സാന്നിധ്യവുമായി. The presence of God has come in our midst today. നോക്കണം, ഡെത്ത്ലേക്ക് സിറ്റുവേഷനിൽ പോലും ശത്രുവിന് അതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. Even in death like situations, it cannot stop God's destiny for us. കഴിഞ്ഞ ദിവസത്തിലെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിനങ്ങൾ നിങ്ങൾ ശൂലേംകാരത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. In the end days of fasting, you might have heard about the Shulamite woman. അവളുടെ ഏക മകൻ, ദൈവത്താൽ ലഭിച്ച മകൻ മരിക്കുകയാണ്. That son who was received from God is dying. പക്ഷേ അവന്റെ ഫ്യൂച്ചർ അതാണെന്നേ ലോകം പറയുകയുള്ളൂ. But the world has said that's his future. But in the sight of God, Amen. Jesus. hallelujah, did not. എത്ര പേരത് But in മനസ്സിലായി? the sight of God, it was not. How many of us can അവൻ believe മരിച്ചു that? പോയായിരുന്നല്ലോ. He was dead already. അവൻ മരിച്ചു. അടുത്തത് എന്താണ്? ബറിയലാണ് ബാക്കിയുള്ളത്. He is dead now. The next step is to bury him. പക്ഷേ ദൈവത്തിന്റെ പ്ലാനിൽ, പക്ഷേ ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? But God has a plan. വിശ്വാസമുള്ള ഒരാൾ വേണ്ടേ? There is to be a വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുക്കാൻ ഒരാൾ വേണ്ടേ? Someone to take a ഇന്ന് step പകൽക്കാലം ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ ആരെങ്കിലും ഉണ്ടോ? Amen. God is asking, is there anyone to take that step of faith today? Hallelujah. അവൾ ചെയ്ത പ്രവൃത്തി അതിനകത്തുണ്ട്. അവള്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. We can see what she അവൾ did. പ്രവാചകന്റെ അടുക്കൽ പോയി. She went to the prophet. ഇന്ന് പകൽക്കാലം ഇടിവി നിന്നാ മതി, പ്രാർത്ഥിച്ചാ മതി, കാര്യങ്ങൾ നേരെ വരും. We just need to stand in the gap and pray. Things will be സിറ്റുവേഷൻ sorted. എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഒന്നുമില്ല ഇനി ബാക്കി. Death like situations are there and nothing. ദൈവാത്മാവ് സഭയോട് പറയുന്നു, ഇനി മുമ്പിൽ ഒരു വഴിയുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരോടാണ് ആത്മാവ് തെളിവായി പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെയല്ല. He prepared an outcome for you. You might be thinking there's no way, but He has prepared an outcome for you. Oh, hallelujah, 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 hallelujah.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഈ വചനത്തിന്മേൽ ദൈവിക വിടുതൽ തന്റെ ജനം അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇടിവിൽ നിന്നാ മതി. Just need to ഇനി stand in the വഴിയില്ലെന്ന് gap. പറഞ്ഞു ഡെത്ത് സിറ്റുവേഷൻ മരിച്ച ഇനിയൊന്നും ബാക്കിയില്ല. അതിനെ വെച്ചോണ്ട് പ്രാർത്ഥിക്കുക. അവിടെ വിടുതൽ നടക്കാനാണ് ദൈവം ഇത് തന്നിരിക്കുന്നത്. Pray in such manner ഓ and you will see the ഹല്ലേലൂയ. deliverance സ്വർഗ്ഗം of God. കനലിന്മേൽ ചുട്ട എട പോലെ ഫ്രഷ് ആയിട്ട് ദൈവവചനത്തിന്റെ ആലോചനകൾ മറപൊരുളുകൾ തിരിച്ച് ഹല്ലേലൂയ നമ്മുടെ നടുവിലേക്ക് സെർവ് ചെയ്യുന്നത് നമ്മെ വിടുവിക്കാനാണ്. നമ്മുടെ ഹല്ലേലൂയ നിർജീവമായ ഡെത്ത് ലൈക്കായിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അതെ, പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു. ഓ ആ പ്രവൃത്തി നടക്കട്ടെ, പ്രവൃത്തി നടക്കട്ടെ, പ്രവൃത്തി നടക്കട്ടെ, ആ പ്രവൃത്തി നടക്കട്ടെ. ഓ ആ വിടുതൽ നടക്കട്ടെ. യേശുവിൻ നാമത്തിലെ വിടുതൽ നടക്കട്ടെ. സമാധാന യേശുവിൻ നാമത്തിലെ വിടുതൽ നടക്കട്ടെ. ഓ ശമറബ ഖമറബ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മകനെ തിരിച്ചു കൊടുത്തു. God gave back her son. എഹെസ്കേൽ പ്രവചനത്തിൽ എന്താണ് പറയുന്നത്? What do we see in Ezekiel's book? അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു അസ്ഥി താഴ്വരകൾ. We can see that valley of dry bones. അത് ഓൾ ഇന്ത്യൻ നേഷനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. It is showing an whole entire nation. ഒരു നേഷൻ തകർന്നടിഞ്ഞ് മുൻപോട്ട് ഒരു ഭാവിയും കാണാൻ കഴിയാത്ത ഒരു രാഷ്ട്രത്തെ നോക്കിക്കൊണ്ടാണ് എസെക്കിയേലിനോട് ദൈവം ചോദിക്കുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ? It is a nation destroyed who cannot see anything forward. That is where God is asking Ezekiel, will this bones be പ്രവാചകന് alive? മറുപടി പറയാൻ കഴിയത്തില്ല. എന്താണ് കാരണം? അവനൊരു മനുഷ്യനാണ്. The prophet cannot respond because he is a mere human being. ഹല്ലേലൂയ. ആ അസ്ഥികൾ ജീവിക്കാൻ ദൈവം ചില വഴികൾ പറഞ്ഞു കൊടുക്കുകയാണ്. God is giving him some ways how he can relieve those അവൻ അതുപോലെ bones. ചെയ്തു. And he does exactly ഈ like that. പറഞ്ഞു തരുന്ന വഴികൾ അതുപോലെ ചെയ്താൽ Amen, Jesus. ചില പുനർജീവൻ ഇന്നുണ്ടാകും. If we do the ways God has given us exactly, there ചില will be some റീബർത്തുകൾ lives. റീക്രിയേഷൻസ് സംഭവിക്കും. There will be some recreations in our life. ചില റീക്രിയേഷൻ ശത്രു എഴുതി തള്ളിയതായ റൈറ്റ് ഓഫ് ചെയ്ത ചില കാര്യങ്ങൾക്ക് തീർപ്പ്. The right of things in our lives ഓ can come ആത്മാവിൽ back to life. ഏറ്റെടുത്താട്ടെ. Let ആത്മാവിൽ അത് ഏറ്റെടുക്കുക. us receive it in the spirit. Hallelujah. ഹരധര വൈഡപ്രവൽ ഖമനാദിയ. ഹല്ലേലൂയ. Hallelujah, Jesus. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ കേട്ടു, ഒരു ദിവസം കൊണ്ട് ഒരു ദേശം, can a nation born in a day. Last Sunday we heard, can a nation be born in a day? ഇവിടെ മറിച്ചാണ്. ഈ ദേശത്തിന്റെ അവസ്ഥ ഡെഡ് ലൈക്ക് സിറ്റുവേഷൻ ആണ്. Here the situation opposite, it is a dead-like അവർക്കിനി ഒരു situation. ഭാവിയില്ല. There is no future for them. ഓൾ സൈഡിൽ അവർ ഫെയിലൂർ ആണ്. All sides they have been failed. ആ ചോദ്യമാണ് പ്രവാചകനോട് ചോദിച്ചത്. That question is what God is asking the prophet. പക്ഷേ എന്താണ് ദൈവം പറയുന്നത്? But God, what does God say? ദൈവം അവരെ പുനരുദ്ധരിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. God is going to recreate them and bring them back to life. ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം വരികയാണ്. We are in the end stages of this message. ഏത് ഡെത്ത് ലൈക്ക് സിറ്റുവേഷൻ, Whatsoever death-like situation, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിരവധി വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഇനിയൊരു വഴിയില്ലെന്ന് പറയുന്നിടത്ത് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന മഹാശക്തി ഇറങ്ങി പ്രവർത്തിക്കും. you yourself might be saying, for many matters there is no way, but അവന്റെ God മൈറ്റി will come പവർ down. അതിന്റെ മേൽ ഇറങ്ങും. God will come down with his mighty power on it. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹോവറിംഗ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നു. വെള്ളത്തിന്റെ മീതെ ഹോവർ ചെയ്ത ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അതുപോലെ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആത്മാക്കണ്ണിൽ എനിക്കത് കാണാൻ കഴിയും. Just like the spirit was hovering over the waters, is hovering in our midst. I can see it through the spiritual eyes. പകൽക്കാലം അത് പ്രാപിച്ച് ദൈവം നമ്മെ വിടുതലിലേക്ക് നയിക്കും. Let us receive it today and God will lead us to deliverance. അവസാനത്തേതായിട്ടുള്ളത്, God decide destiny when we surrender for his purpose. Last thing is, God decides our destiny when we surrender for his നമ്മൾ purpose. ഇത് ഓരോ അഭിഷക്തരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളാണ് കേട്ടത്.
We have heard that God did these things in the anointed തന്റെ people. മഹാശക്തി കൊണ്ട് അവൻ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവൻ പ്രവർത്തിച്ചു. God came down with his mighty power in their lives. ഇന്ന് ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗത്ത് നിന്നായിരിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, God decide destiny when we surrender to his purpose. To the last point in the message, God decides destiny when we surrender to his purpose. അവന്റെ പർപ്പസിന് വേണ്ടി നമ്മെ സറണ്ടർ ചെയ്യുക. We need to surrender for his purpose. അതും ഈ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടതാണ്. And in the end days of the fasting prayer, God did speak to us about it. യാക്കോബ് യാബോക്ക് നദിയുടെ കരയിൽ തൻ്റെ എല്ലാ ആടുമാടുകളെയും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം അക്കരയാക്കിയിട്ട് അർദ്ധരാത്രിയിൽ യാബോക്ക് നദി കടന്ന് ഇക്കരെ വന്ന് ഒറ്റയ്ക്ക് നിന്ന് ദൂതന്മാരുമായിട്ട് മല്ല് പിടിക്കുന്ന ഒരു രംഗമുണ്ട്. There is a situation where Jacob is wrestling with the angel in the banks of the river Jabbok, where he has sent across his cattle and families to the other side. ഒരേ ഒരു പ്രാർത്ഥന, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. The only prayer he is saying, unless you bless me, I will not leave you. അവന് കുറേയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിലും എന്നും ഭയാനകമായി നിൽക്കുന്ന ഒരു പർവ്വതം അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. He has a few blessings, but there is a fearful mountain in front of him. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നോക്കി ഗൗരവത്തോടെ തന്നെ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. Can you see the practicalities and truths in your life and start praying seriously? ദൂതൻ അവനോട് ചോദിക്കുന്ന എന്ത് അനുഗ്രഹമാണ് ഇതെല്ലാം ഞാൻ നിനക്ക് തന്നില്ലേ? ഒരുപാട് കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തല്ലോ. The angel would have asked him, what blessing you need? I have given you everything now. ലാബാനെ ആക്രമിക്കാൻ സാധ്യതയുള്ളപ്പോൾ ദൈവത്താലെ രാത്രിയിൽ അവന്റെ അടുത്ത് ഇറങ്ങി അവനെ ഒന്നും തുടരുതെന്ന് പറഞ്ഞു. When Laban was trying to attack him, God came down and rescued അങ്ങനെ him. നിരവധിയായ വിടുതലുകൾ അവന് വേണ്ടി നൽകി. And like that, many deliverances he ലാബാൻ received. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയപ്പോൾ അതാത് സമയങ്ങളിൽ അവന് വേണ്ടി പ്രവർത്തിച്ച അവന്റെ ആടുമാടുകൾ ദുർബലമായ ആടുകൾക്ക് പ്രൊഡക്ടിവിറ്റിയും ഫെർട്ടിലിറ്റിയും നൽകി. When Laban changed his wages many times, God still gave him fruitfulness and productivity in his cattle. അവന്റെ ആടുമാടുകൾ വർദ്ധിച്ചു. Like that, his cattle increased. ഈവൻ സിംഗിൾ മൈന്യൂട്ട് വിഷയങ്ങളിൽ പോലും ദൈവം അവന് വേണ്ടി ഇറങ്ങി. Even in the singular and minutest matters, God came down for him. ഇങ്ങനെയൊക്കെ അനുഗ്രഹം പ്രാപിച്ച നീയാണോ ഇപ്പോഴും എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുന്നത് എന്ന് ദൂതൻ ചോദിക്കുകയാണ്. The angel is asking, you have received so much, yet you are not letting me go for a blessing. ഒരു വാക്കേ അറിയൂ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. But Jacob has only one word to say. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. Unless you bless me, I won't let you go. എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള എന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം അതെങ്ങനെ പറയണമെന്ന് വാക്കുകളിൽ പറഞ്ഞു പിടിപ്പിക്കാൻ അറിയത്തില്ലവന്. The God who promised me and my fathers, I cannot describe that in words. പ്രിയമുള്ളവരെ, ദൈവമൈതലേ, നിനക്കും ഇന്ന് പല കാര്യങ്ങൾക്കും ഒരു ആൾറെഡി ഐഡിയ ഇല്ല. പക്ഷെ ഒരു കാര്യം നിനക്കറിയാം, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. Even today you might not have an idea, but you can know that എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. God has a plan for me. അത് പറഞ്ഞു പിടിപ്പിക്കാൻ മുൻപിൽ അതിനൊരു ഷേപ്പോ ഫോമോ വൊക്കാബുലറിയോ ഒരുപക്ഷെ ഇല്ലായിരിക്കും. He is not having the words or the vocabulary to explain. യാക്കോബിനെ പോലെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. Can you start praying like Jacob? കാര്യങ്ങൾക്ക് രൂപരേഖ ഉണ്ടാകും. God will give you a shape to your matters and ideas. ഹല്ലേലൂയ, സ്തോത്രം. അവൻ അത്രമാത്രം തകർന്നവനായി ദൈവത്തിന്റെ മുൻപിൽ നിന്നു. He was that much destroyed and humble before the Lord. Are you ready to surrender your life with utmost brokenness? Are you ready to surrender your life with utmost brokenness? തകർന്ന ഹൃദയത്തോടെ കരയാൻ ഇന്ന് എത്ര പേർ തയ്യാറാണ്? How many of us can cry with a broken heart today? ആ ബ്രോക്കൺ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിളിക്കാൻ ഇന്ന് എത്ര പേർ തയ്യാറാണ്? How many of us are ready to call upon God with that broken experience? ദൈവം വലിയ കാര്യം ചെയ്യും. God will do great deeds for us. ഹല്ലേലൂയ. രൂത്തിന്റെ അനുഭവം എന്തായിരുന്നു? What was Ruth's experience? ഒരു മോവാബ്യ സ്ത്രീ. She was a Moabian lady. വാഗ്ദത്തങ്ങളിൽ വരാൻ ഒരു ചാൻസും There ഇല്ലാത്തവൾ. was no place for her in the promises of God. ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് വരാൻ ഒരു സാധ്യതയും ഇല്ലാത്തവൾ. There was no possibility for her to come into the plan of God. പക്ഷേ ഓർക്കണം, But remember, ജീസസ് ക്രൈസ്റ്റിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറായി വരാൻ ഭാഗ്യം ലഭിച്ചു. but she got the ഇന്ന് privilege ചിലരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, മിസ്സാക്കരുത്. to be great എനിക്കൊറ്റ grandmother of ചിന്തയുള്ളത് Jesus. മിസ് ചെയ്യുന്നവരെ ഓർത്തുള്ള സങ്കടമേ ഉള്ളൂ. Let us not miss this message. ഓ സ്തോത്രം, 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 സ്തോത്രം. ഓർക്കേണ്ടത് സറണ്ടേർഡ് ലൈഫ് leads to a surprising destiny. You need to remember, a surrendered life leads to a surprising destiny.
സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയം, ഒരു ജീവിതം, that will leads to a surprising destiny. A fully surrendered heart and life will lead to a നാം ഈ surprising സന്ദേശത്തിന്റെ destiny. അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. We are in the end stages of this message. നമ്മുടെ ഡെസ്റ്റിനി ഒരു സർപ്രൈസിംഗ് ഡെസ്റ്റിനിയായി മാറാൻ what we need to do? What should we do to change our destiny to a surprising We have to destiny? surrender our life with utmost brokenness. We need to surrender our lives with utmost brokenness. തകർന്ന ഹൃദയത്തോടുകൂടെ യാഥാർത്ഥ്യങ്ങളെ റിയലൈസ് ചെയ്ത് മനുഷ്യന്റെ കഴിവുകളുടെ ലിമിറ്റേഷൻസിനെ റിയലൈസ് ചെയ്തുകൊണ്ട് ദൈവത്തിന് മുൻപിൽ കരം മലർത്തുക, സമർപ്പിക്കുക. It is to understand our shortcomings and human limitations and surrender with a broken heart, with our hands wide open. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും കേൾക്കണം. A surrendered life will leads to a surprising destiny. Every one of us must listen. A surrendered life will lead to a surprising A destiny. surrendered life will leads to a surprising destiny. എല്ലാവരും പറഞ്ഞിട്ടത്. Can we proclaim a surrendered life leads to a surprising destiny? A surrendered life will leads to a surprising destiny. A surrendered life will lead to a surprising destiny. നിങ്ങളുടെ സാഹചര്യമോ കഴിഞ്ഞകാല പരാജയമോ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും നിങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കാൻ കഴിയില്ല. Your circumstances and previous failures cannot stand in. Are you ready to surrender yourselves before God? Are you ready to surrender before the Lord today? സമ്പൂർണ്ണമായിട്ട് ജീവിതത്തെ വിട്ടുകൊടുക്കാൻ കഴിയുമോ? Can you let go of your life, fully surrender to the Lord? You have to surrender your plans. You have to surrender your plans. Even obey small instructions. Even obey the small instructions from God. Walk humbly. Walk humbly. താഴ്മയോടെ നടക്കുക. Walk humbly. Expect and wait for his time. Expect and wait for His time. Don't compare your destiny with others. Don't compare your destiny with others. Stay committed. Stay committed. Prayer. Prayer. Keep holiness. Keep holiness. You will be a surprise. You will be a surprise. You will become a surprise. You will become a surprise. നിങ്ങളൊരു അത്ഭുതമായിരിക്കും. You will become a surprise. ദാവീദ് പറഞ്ഞു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. That is why David says, I am a wonder, a ഇന്ന് നീ surprise for many. സങ്കടപ്പെട്ടിരിക്കുന്നില്ലേ? ഒത്തിരി കാര്യങ്ങളിൽ നിനക്ക് പരാതിയില്ലേ? Today you might be worried and complaining about many ഒത്തിരി things. കാര്യങ്ങളിൽ നിനക്ക് പരിഭവമില്ലേ? You might be sorrowful about many ദൈവത്തോട് things. പരിഭവമില്ലേ? You might be complaining to God. ഓ നീ പരിഭവപ്പെടണ്ട. Do not be worried. ഓ still he is ready to lead your life and you will become a surprise. Still He is ready to lead your life and make you a എഴുന്നേറ്റാട്ട് surprise. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Amen. Can we rise upon our feet? ശക്തമായ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. We are in the midst of the powerful presence of God. ശക്തമായ ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ ചലിച്ചു നിൽക്കുകയാണ്. And the powerful presence of God is moving in the midst. നിങ്ങളെ ഒരു സർപ്രൈസ് ആക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires you to make you a surprise. ഇത് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇന്നത്തെ നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണെന്ന് ഓർക്കണം. And you must understand, you might be sorrowful about many things in your life today. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Can we start praying? ഹല്ലേലൂയ. ശമന ഖനമാന ധരാധിപന അൽതര വൈഡമന ഘടക റത്തുല ശംദൽ കമാര തിരിയാലവനഗസ്യാല. ആത്മാവിൽ അല്പനേരം കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. And we clap our hands in the spirit and start ഓ praising സ്തോത്രം. God. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണോ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. You can pray as you want to pray. നിങ്ങൾ കേട്ട ദൈവവചനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. And you surrender your heart and pray before the ശക്തമായ word ചില of the വിടുതലുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Powerful deliverances are happening now. ശക്തമായ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. Powerful works of the Lord are ഓ happening റാബ right now. ചലാധാര. ഒരു 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ പ്രാർത്ഥന. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. He prepared an outcome for you. Yes, hallelujah, Jesus. ഓ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാവി ഡെസ്റ്റിനി അവൻ കരുതിയിട്ടുണ്ട്. No hell can cancel it. No hell can cancel it. ഓട വാക്കാൽ ബറ ശംദല അതര പ്രബൽ ഖരാദിയ. ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അരത്തര തിരാവൽ ഖരാധരം ധരവേരികം അടവംബരവം വാദഖേദം. ആത്മാവിൽ അന്യഭാഷയിൽ ഊടമാന ഏതവശാന വരഗതര. ഓ ലബ ഖമാല
യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന വൈഡബലഘടക സംവരാധന. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ശബ റബ റബ രേഖ രേഖ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുക. Oh Lord, we bless your people in your name. നിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിന്റെ ജനത്തോട് ഇടപെട്ടതിനായി സ്തോത്രം. We thank you for dealing with your people with your powerful word. ശക്തിയേറിയ ചില വിടുതലുകള് സ്വർഗം തന്റെ ജനത്തിന്റെ നടുവിൽ പകരുന്നതിനായി നന്ദി. Heaven has transferred some powerful deliverances, therefore we thank ഓ you. നിർജീവമായ ഡെത്ത് ലൈക്ക് ആയിട്ടുള്ള ചില വിഷയങ്ങളിൽ സ്വർഗം തൊട്ടതിനായി സ്തോത്രം. Heaven has touched some death-like situations, therefore we thank you. ചില തടസ്സമായി നിൽക്കുന്ന ചില വസ്തുമാരെ നീക്കം ചെയ്യുന്നതിനായി സ്തോത്രം. Some vashtis which were an obstacles have been removed. ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ചില എസ്തേർമാരെ Hallelujah. God has brought some Esthers who stand for him. അർത്ഥരാമന്റെ സ്വപ്നം എന്തായി? അവൻ കുറെ പറഞ്ഞതാണല്ലോ, അവൻ കുറച്ച് പാടി നടന്നതാണല്ലോ. എന്താണ് ഔട്ട്കം എന്ന് ചോദിച്ചവരുടെ നടുവില് ദൈവത്തിന്റെ കരം തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. സംഭര പരപ്പര ഖരധര തിരപ്പല അടക്കവൽ ജരത്തല തിരപ്പല അറടലവ ശമ്പലവ എല്ലാ വീക്ക്നെസ്സിനെയും മാറ്റുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അതരം കൊണ്ട് പറ, ഹല്ലേലൂയ. Let the weak say I am strong. Oh, let the poor say I am rich. Oh shambala, why? Because my God is a great and mighty God. My God is a great and mighty God. Uda mara thara dera judala mara khara basha. Hallelujah. Janathe anugrahikku. Our most loving Father, we thank you for this blessed time, Lord, for your powerful message which has strengthened us today, Master, for all the promises and the destiny you have kept for us, for the reassurances, Lord. Today we submit our lives with a broken heart and a contrite spirit before your words, Lord Jesus, so that your plans and purposes be fulfilled in our lives. Thank you for anointing your servant. Thank you for blessing your people. The rest of the time we surrender into your hands. Thank you, Lord, for hearing our prayers. In Jesus' name I pray. Amen. വിജയാകാംക്ഷത്തോടുകൂടി വിക്ടറി എങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആ സന്തോഷം വിശ്വാസത്താൽ സ്തുതിക്കുക.